ഹായ്, നമ്മൾ പൈസയുടെ കാര്യത്തിലെടുക്കുന്ന തീരുമാനങ്ങളില്ലേ, അതിനു പിന്നിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പണം സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതുമൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല, അതിനേക്കാളേറെ നമ്മുടെ ഉള്ളിലെ ചില തോന്നലുകളും വികാരങ്ങളുമൊക്കെ വെച്ചാണ്. മോർഗൻ ഹൗസലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന കിടിലൻ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 5 പാഠങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. നെപ്പോളിയന്റെ ഈയൊരു വാക്ക് കേടുനോക്കൂ. സാമ്പത്തികമായി വിജയിക്കാൻ അസാമാന്യ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോഴോ അല്ലെങ്കിൽ എല്ലാവരും പേടിച്ചു ഓടുമ്പോഴോ ശാന്തമായി നിന്ന് ശരിയായൊരു തീരുമാനമെടുക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥ കഴിവ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ എന്താ? സാമ്പത്തിക ഭദ്രതയുടെ താക്കോല് നമ്മുടെ തലയിലല്ല, നമ്മുടെ പെരുമാറ്റത്തിലാണത് ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ പേടി, അത്യാഗ്രഹം, അസൂയ ഇതിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലാണ് എല്ലാ കളിയും. ഈ വിശകലനത്തിൽ നമ്മൾ 5 പ്രധാന പാഠങ്ങൾ നോക്കും. പിന്നെ അവസാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടൻ തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആക്ഷൻ സ്റ്റെപ്പുമുണ്ട്. അപ്പോൾ തുടങ്ങാമല്ലേ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ പാഠം, ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. മതി എന്ന് പറയേണ്ടത് എവിടെയാണ്? പലപ്പോഴും നമ്മളൊരു ലക്ഷ്യം വെക്കും, അവിടെ എത്തുമ്പോൾ അടുത്തതിലേക്ക് ചാടും. ആ ഗോൾ പോസ്റ്റിങ്ങിനെ മുന്നോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതൊരു ഡേഞ്ചറസ് കളിയാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? കൂടുതൽ വേണം, ഇനിയും വേണം എന്ന് നമുക്ക് തോന്നുന്നതിന്റെ പ്രധാന കാരണമെന്താ? മറ്റുള്ളവരുമായുള്ള താരതമ്യം. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ജീവിതം, അയൽക്കാരന്റെ പുതിയ കാറ്, ഇതൊക്കെ കാണുമ്പോൾ ഒരിത് തോന്നില്ലേ? അതാണ് സംഭവം. പക്ഷെ ഒന്നോർക്കണം, ഈ കളിക്കൊരു അവസാനമില്ല. അതായത് നമ്മുടെ ടെൻഷന്റെ യഥാർത്ഥ കാരണം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മളൊരു മഞ്ഞക്കണ്ണട വെച്ചാൽ ലോകം മുഴുവൻ മഞ്ഞായി കാണില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ ഏത് ചെറിയ സാമ്പത്തിക പ്രശ്നവും നമുക്ക് വലുതായി തോന്നും. ഇനി അടുത്തതിലേക്ക് പോകാം. പണം ഉണ്ടാക്കുന്നതും ആ പണം കയ്യിൽ വെക്കുന്നതും രണ്ടും 2 തരം പണിയാണ്. പലരും ആദ്യത്തേതിൽ മിടുക്കരായിരിക്കും, പക്ഷേ രണ്ടാമത്തേതിൽ അവിടെയാണ് പണി പാളുന്നത്. എന്താ കാരണം? സമ്പന്നനാകാൻ വേണ്ട അതേ സ്കിൽസ് അല്ല അത് നിലനിർത്താൻ വേണ്ടത്. നോക്കൂ, പണം ഉണ്ടാക്കാൻ നല്ല റിസ്ക് എടുക്കണം, നല്ല ഓപ്റ്റിമിസം വേണം. പക്ഷെ അത് നിലനിർത്താനോ? കുറച്ച് വിനയം വേണം. കാര്യങ്ങൾ എപ്പോ വേണമെങ്കിലും കൈവിട്ടു പോകാമെന്നൊരു ചെറിയ പേടി ഉള്ളിലുണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഉണ്ടാക്കിയ പണം മുഴുവൻ ഒറ്റയടിക്ക് പോകാമല്ലോ. അപ്പോ നമ്മുടെ ഗോൾ എന്തായിരിക്കണം? വെറുതെ വലിയ വരുമാനമുണ്ടാക്കലല്ല, മറിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും തകരാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. സർവൈവലാണ് പ്രധാനം. അതിന് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നതിന് എപ്പോഴും ഒരു പ്ലാൻ ബി വേണം. അല്ല, നമ്മളൊക്കെ എന്തിനാ ഈ പൈസയുടെ പുറകെ ഓടുന്നത്? നല്ല കാറ് വാങ്ങാൻ, വലിയ വീട് വെക്കാൻ. ഇതിനൊക്കെ അപ്പുറം പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ, പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒറ്റ കാര്യം എന്തായിരിക്കും അത്? അതെ, സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇതാണ് യഥാർത്ഥ സമ്പത്ത്. നിങ്ങളുടെ സമയത്തിന് മുകളിലുള്ള കൺട്രോൾ. രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയാൻ പറ്റുന്ന ആ ഒരവസ്ഥയില്ലേ? അതാണ് പണം തരുന്ന ഏറ്റവും വലിയ ഡിവിഡൻഡ്. ഇഷ്ടമില്ലാത്ത ജോലിയിൽ ജീവിതകാലം മുഴുവൻ കുടുങ്ങിപ്പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. 4ാമത്തെ പാഠം, ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നുമല്ലല്ലോ പോവുക, അല്ലേ? എപ്പോ വേണമെങ്കിലും അപ്രതീക്ഷിതമായി ഓരോന്ന് സംഭവിക്കാം. അപ്പോ അതിനുവേണ്ടി റെഡിയായിരിക്കണം. ഇവിടെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന ഐഡിയ വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ബഫറാണ്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിലും മോശമായാലും നമ്മളെ സേഫാക്കി നിർത്തുന്ന ഒരു എക്സ്ട്രാ സ്പേസ്. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു നല്ല വഴിയുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് പോലെ. ഫ്ലൈറ്റ് 9 മണിക്കാണെങ്കിൽ നമ്മൾ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങുമോ? ഇല്ലല്ലോ, കുറച്ചു നേരത്തെ ഇറങ്ങും. എന്താ കാരണം? വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവാം, വല്ല ടയർ പഞ്ചറാവാം, എന്തും സംഭവിക്കാം. ആ ഒരു കരുതൽ, അത് തന്നെയാണ് പൈസയുടെ കാര്യത്തിലും വേണ്ടത്. അപ്പം നമ്മുടെ അവസാനത്തെ 5ാമത്തെ പാഠം, പേഴ്സണൽ ഫിനാൻസിലെ ആ പേഴ്സണൽ എന്ന വാക്ക്, അതിലാണെല്ലാം ഇരിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും ഇത് വേറെ വേറെയാണ്. ഈ പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ജീവിത സാഹചര്യം, ഇതൊന്നും നിങ്ങളുടെ കൂട്ടുകാരൻ്റേത് പോലെയല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവരെ നോക്കി കോപ്പി അടിക്കരുത്. നിങ്ങളുടെ കളി വേറെയാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കേട്ട് നിങ്ങളും അതിൽ ചാടി വീഴരുത്. കാരണം അയാളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ചിലപ്പോൾ രണ്ടും രണ്ടായിരിക്കും. സോ സ്റ്റോപ്പ്. നിങ്ങളുടെ കളി നിങ്ങൾ തന്നെ കളിക്കുക. ഓക്കെ, അപ്പം നമ്മൾ 5 കിടിലൻ പാഠങ്ങൾ പഠിച്ചു. ഇനി ഇത് വെറുതെ കേട്ടുപോയാൽ മതിയോ? പോരാ, ഇത് ജീവിതത്തിൽ പ്രയോഗിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആക്ഷൻ സ്റ്റെപ്പ് ഇതാ. അടുത്ത തവണ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷനോ അസൂയയോ പേടിയോ ഒക്കെ തോന്നുമ്പോൾ
ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് സ്വയം ഈ 3 ചോദ്യം ചോദിക്കുക. സ്റ്റെപ്പ് 1, എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? സ്റ്റെപ്പ് 2, ഈ തോന്നലിന്റെ കാരണം പുറത്താണോ അതോ എൻ്റെ ഉള്ളിലാണോ? സ്റ്റെപ്പ് 3, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്? എൻ്റെ ഈഗോ ആണോ അതോ പേടിയാണോ? ഈ ഒരു കുഞ്ഞു ശീലം മതി നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് കാണാം. ഫേമസ് ഇൻവെസ്റ്ററായ റേ ഡാലിയോ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ 2 ശത്രുക്കൾ നമ്മുടെ ഈഗോയും പിന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളുമാണ്. അതായത് എനിക്കെല്ലാം അറിയാമെന്ന ഭാവവും നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അറിയാത്ത കുറവുകളും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മിനിറ്റ് ചെക്കില്ലേ, അത് ഈ 2 പ്രശ്നങ്ങളെയും മറികടക്കാൻ നമ്മളെ ശരിക്കും സഹായിക്കും. ഒരു സ്പാനിഷ് പഴഞ്ചൊല്ലുണ്ട്, നിനക്ക് വേണ്ടതെല്ലാം എടുത്തോളൂ, പക്ഷെ അതിന് വില നൽകേണ്ടി വരും എന്ന് ദൈവം പറഞ്ഞത്രേ. ഇത് നമ്മളോട് ചോദിക്കുന്നൊരു വലിയ ചോദ്യമാണ്. ഓരോ സാമ്പത്തിക തീരുമാനത്തിനും ഒരു വിലയുണ്ട്. അത് ചിലപ്പോൾ പണമാവാം, അല്ലെങ്കിൽ നമ്മുടെ സമയമാവാം, ചിലപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാവാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിനു വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഈ ഒരു ചോദ്യത്തോടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നന്നായൊന്ന് ആലോചിച്ചു നോക്കൂ.